സാധാരണ പറയുന്ന കാര്യം ലൈപ്പോസെക്ഷൻ പോലുള്ളൊരു പ്രൊസീജിയർ വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യുന്നൊരു പ്രൊസീജിയറല്ല, ഷേപ്പ് ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. പക്ഷെ നമ്മുടെ ഇന്ന് കൂടെയുള്ള ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഏകദേശം 90 kgs ഉണ്ടായിരുന്നിട്ടുള്ള ഒരാളാണ്. എന്ത് തോന്നുന്നു, എന്താ ലൈപ്പോസെക്ഷൻ ചെയ്തതിന് ശേഷം ഷേപ്പ് ചേഞ്ചിനെ കുറിച്ച് നമുക്കറിയാം എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. വെയ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ഇവിടെ വരുന്നേക്കാട്ടും മുൻപ് 90 എബോവ് ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ. അതിനുശേഷം ഞാൻ ഈ സർജറി ചെയ്തു, ലൈപ്പോസെക്ഷൻ ചെയ്തതിന് ശേഷം ഇപ്പം എൻ്റെ പ്രസൻറ്റ് വെയിറ്റ്, ഇന്നത്തെ വെയിറ്റ് 75 ആണ്. പിന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിലെല്ലാം എക്സസൈസും ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. അതായത് ഒരു അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള ചേഞ്ചാണ്. 15 kilos അത് എല്ലാ ലൈപ്പോസെക്ഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യത്തെക്കാൾ കൂടുതൽ അതിൻ്റെ ഡയറ്റ്, അതിൻ്റെ എക്സസൈസ്, അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്ത് എത്ര കാലത്ര പോകുന്നു, നമ്മൾ ഈ എടുത്ത ഫാറ്റിനെ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഫാറ്റിനെ സർവൈവ് ചെയ്യാനായിട്ട് എന്ത് തരത്തിലുള്ള ഡയറ്റും കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടതെന്നുള്ളത്, ഇതുപോലൊരു ഒരു സ്ഥിരമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അതിനനുസരിച്ചുള്ള ചേഞ്ചസും ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനിയും ഡയറ്റൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഉള്ള എന്താണ് മോട്ടിവേഷൻ ഉണ്ട്? അതെ, അതുപോലെ തന്നെ പോകണം. കാരണം എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ബിക്കം ഫാറ്റ്. എനിക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം.